ഞാൻ മെയിനായിട്ട് ഇവിടെ വന്ന കാരണം എന്ന് വെച്ചാൽ ദൈവവിശ്വാസം കുറഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. ഞാൻ അച്ഛൻ്റെ ടോക്കും സാക്ഷ്യങ്ങളും ഒക്കെ കേട്ട് തുടങ്ങിയത് 2022 എൻ്റെ ഡാഡി പറഞ്ഞിട്ട് ഞാൻ അത് ഫോളോ ചെയ്ത് തുടങ്ങിയത്. പിന്നെ 30 ജാനുവരി 30 2024 ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിൻ്റെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന് ദൂരെ ആയത് എൻ്റെ ഗൈനക് പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു. 13 years ആയി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്, പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. പല ടെസ്റ്റും ചെയ്തു, മെട്രോപ്ലാസ്റ്റി അങ്ങനത്തെ സർജറീസ് ചെയ്തു, പക്ഷെ ഒന്നും ഉണ്ടായില്ല. 2022 ലാസ്റ്റായിട്ടൊരു IVF പോലും ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അതിലും ഞങ്ങൾക്ക് സക്സസ് ഉണ്ടായില്ല. അത് ഞങ്ങൾ വിട്ടു. അതുകൊണ്ട് കുഞ്ഞില്ലാത്ത വൺ ഓഫ് ദ റീസൺസ് ആയിരുന്നു ഞങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് ദൂരം പോയത്. ഇവിടെ വന്നു ഉടമ്പടി എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും അമ്മേരെ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ ലോവർ അടിവയറിൽ പുരട്ടും. ഹസ്ബൻഡിനും അത് പുരട്ടും. ഹസ്ബൻഡിനും കൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 29 February 2024 എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. എനിക്ക് ആ മാസം ഇവിടുന്ന് പോയതിന് ശേഷം പീരിയഡ്സ് വന്നേ ഇല്ല. ഞാൻ 29 February 2024 എനിക്ക് പോസിറ്റീവ് വന്നു. അത് മാതാവ് തന്നു എന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പീരിയഡ്സ് മിസ്സായപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ അത് ചെയ്യണ്ട, അത് നെഗറ്റീവേ വരുള്ളൂ, നെഗറ്റീവ് വന്നാൽ എനിക്ക് അപ്സെറ്റ് ആവും, അപ്പോൾ നീ ചെയ്യണ്ട. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു സൈൻ താ, എൻ്റെ ഹസ്ബൻഡ് ഈ വിശ്വാസം സ്ട്രോങ് ആക്കാൻ എനിക്കൊരു ചാൻസ് താ. അപ്പോൾ അതേ രാത്രി എനിക്കൊരു പേരെൻ്റെ സ്വപ്നത്തിൽ വിളിക്കുന്നു, ടെൻസി എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു കൊച്ചിനെ കൊടുക്കുന്നു. എൻ്റെ മാതാവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് സ്ട്രോങ് ആയിട്ടറിയാം എൻ്റെ അമ്മ എനിക്ക് തന്ന കുഞ്ഞാണിതെന്ന്. അതുമാത്രമല്ല, ഈ പ്രഗ്നൻസി കാലത്ത് എനിക്ക് 3ാം മാസത്തിൽ ബ്ലീഡിങ് ആയി. 5th month എൻ്റെ യൂട്രസ് ഓപ്പൺ ആയി. പക്ഷെ മുമ്പത്തെ സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പ്രാർത്ഥനയൊന്നും ചെയ്യാണ്ട് പ്രാർത്ഥനയിൽ നിന്ന് ദൂരം പോയേനെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ പ്രാർത്ഥനാ ജീവിതം വളരെ എനിക്ക് സ്ട്രോങ് ആയിട്ട് തോന്നുന്നു. എപ്പോഴും എൻ്റെ റോസറി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്ത് സിറ്റുവേഷൻ വന്നാലും എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്. അമ്മ എന്നെ ടെസ്റ്റ് ചെയ്യണത് എന്നോട് സ്നേഹം കൂടിയ കാരണം കൊണ്ടെന്നുള്ള വിശ്വാസം പൂർണ്ണമായിട്ട് എനിക്കുണ്ടായിരുന്നു. മുമ്പുണ്ടെങ്കിൽ ഞാൻ ഇത് അല്ല, ഇവിടെ വന്നതിന് ശേഷം ആയിരിക്കണം വളരെ വളരെ വലിയ മാറ്റം എന്നിൽ. അത് ലാസ്റ്റിൽ എനിക്ക് 22 September 2024 എനിക്ക് ഒരു മോൻ ജനിച്ചു. അവൻ്റെ പേര് ഞങ്ങൾ ഡാരിയൻ എന്ന് വെച്ചു. ഡാരിയൻ്റെ മീനിങ് ഉണ്ട് ഗുഡ്നെസ് ഓഫ് ഗോഡ്.